നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പച്ചാട്രി സ്വദേശിയെ ഓട്ടോറിക്ഷയിൽ MDMAയുമായി പിടികൂടി. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ ബഡ്ജറ്റിനും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കുമെതിരെ CPI തിരൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിന്റെ ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളും തടയാനും അടിയന്തര നടപടി വേണമെന്ന് ഡോക്ടർ MP അബ്ദുസമദ് സമദാനി. ബിപിങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെക്കൻഡറി വിഭാഗം കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരങ്ങൾ വെട്ടിത്തുടങ്ങി. വിദ്യാർത്ഥി സമരം ഫലം കണ്ടു. പുതിയ കെട്ടിടം 3 മാസത്തിനകം. സ്വീഡനിലെ ട്രാക്കിൽ തിളങ്ങണമെന്ന മോഹവുമായി ബാർബർ തൊഴിലാളിയായ അജയൻ. വിശദമായ വാർത്തകൾ. തിരൂരിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി മാരക രാസലഹരിയുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. യുവാക്കൾക്കിടയിലുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കുവാനുള്ള മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരന്റെ നിർദ്ദേശാനുസരണം തിരൂർ DYSP KM ബിജുവിന്റെ മേൽനോട്ടത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ പരിശോധനകളിലാണ് യുവാക്കൾ അറസ്റ്റിലായത്. വെട്ടം പച്ചാട്രിയിൽ കൂലിപ്പറമ്പിൽ വീട്ടിൽ സുജിത് കുമാറിന്റെ മകൻ 20 വയസ്സ് പ്രായമുള്ള ശ്രീജിത്ത് എന്ന യുവാവിനെ തിരൂർ പൊറ്റത്തപ്പടിയിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ 12 ഗ്രാം MDMAയുമായി തിരൂർ പോലീസ് പിടികൂടി. പിന്നീട് ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് മാങ്ങാട്രി തെക്കുമുറി സ്വദേശിയായ പുതിയത്ത് വീട്ടിൽ മുഹമ്മദ് റാഫിയുടെ മകൻ 22 വയസ്സുള്ള മുഹമ്മദ് സാദിഖ് എന്നയാളെയും 8 ഗ്രാം രാസലഹരിയുമായി തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് KJ, സബ് ഇൻസ്പെക്ടർ സുജിത് RP എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാങ്ങാട്രി പച്ചാട്രി പ്രദേശങ്ങളിലുള്ള കുറച്ച് യുവാക്കൾ മാരകമായ രാസലഹരിയുടെ വിപണനമുണ്ട് എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രദേശങ്ങളിൽ വാഹന പരിശോധനയും മറ്റും കൂട്ടുകയും കർശനമായി ഇത്തരക്കാരെ നിരീക്ഷിക്കുന്നതിനും തിരൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമിനെ നിയോഗിച്ചിരുന്നു. സ്റ്റേഷൻ പരിധികളിലെ മറ്റ് സ്ഥലങ്ങളിലും തുടർ പരിശോധനകൾ നടത്തണമെന്നും മയക്കുമരുന്ന് സംഘങ്ങളെപ്പറ്റി പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളടക്കം ശേഖരിച്ച് അവരെ നിയന്ത്രിക്കുവാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും പോലീസ് അറിയിച്ചു. പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിൽ തിരൂർ ഡാൻസ് ഓഫ് ടീമിനെ കൂടാതെ സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ രാജേഷ്, ജിനേഷ് K, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ C, ധനേഷ് കുമാർ D എന്നിവരും ഉണ്ടായിരുന്നു. വെട്ടം ന്യൂസ് തിരൂർ. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ ബഡ്ജറ്റിനും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കുമെതിരെ CPI തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K ഹംസ ഉദ്ഘാടനം ചെയ്തു. തിരൂർ സിറ്റി ജംഗ്ഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധ യോഗം CPI മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K ഹംസ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി TJ രാജേഷ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ ഖാദർ കുന്നത്ത്, രജീഷ് കാടായിൽ, TV ഫാസിൽ, AP രാജു, KP ഹാജറ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിന്റെ ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളും തടയാനും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും വാസസ്ഥാനങ്ങളും സംരക്ഷിക്കാനും അടിയന്തര നടപടി വേണമെന്ന് ഡോക്ടർ MP അബ്ദുസമദ് സമദാനി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. The alarming issue of an increase in sea turbulence causing serious coastal erosion along the Arabian Sea coast in Kerala. Sir, it is a very serious phenomena which deserves urgent attention and very powerful and effective measures of solution. Sir, the serious phenomenon has resulted in the loss of several meters of shoreline in places like Palapatti
Ajmer Nagar, Veliyangod, etc. And also, sir, protection measures are highly needed, urgently needed in various other places including Tannitura, Pattumuri and Padiñarekara, near Kotai, Munangadi, Kodaparambu, Kashmir Beach, Ashanpadi, Vadikal, Pallivalappu, Vakadi, Adakadapuram, Paravanna, Pudiyagadapuram, Anjudi, Chiran Gadapuram, Tuval Thiram, Chapapadi, Alingal Beach, Saddam Beach. All these areas, sir, belonging to my constituency, Ponnani. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ പാലപ്പെട്ടി, അജ്മീർ നഗർ, വെളിയങ്കോട് എന്നിവിടങ്ങളിലും പരിസരങ്ങളിലും കടൽക്ഷോഭം കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കി. അതോടൊപ്പം തണ്ണിത്തുറ, പത്തുമുറി, അരയൻ കടപ്പുറം, സുൽത്താൻ വളവ്, വാടിക്കൽ, പള്ളിവളപ്പ്, വാക്കാട്, പടിഞ്ഞാറേക്കര, നേർക്കൂട്ടായി, മൂന്നങ്ങാടി, കോതപ്പറമ്പ്, കാശ്മീർ ബീച്ച്, ആശാൻപടി, പറവണ്ണ, ഉണ്ണിയാൽ, എടക്കടപ്പുറം, പുതിയ കടപ്പുറം, അഞ്ചുടി, ചീരാൻ കടപ്പുറം, തൂവൽ തീരം, ചാപ്പപ്പടി, ആലുങ്ങൽ ബീച്ച്, സദാം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തീരപ്രദേശങ്ങൾക്ക് സുരക്ഷാ നടപടികൾ ആവശ്യമാണ്. കടൽക്ഷോഭം മത്സ്യബന്ധനത്തെ മാത്രമല്ല പ്രാദേശിക കച്ചവടങ്ങളെയും റോഡും പാലവും അടങ്ങുന്ന ഭൗതിക സൗകര്യങ്ങളെയുമെല്ലാം തകർക്കുകയാണ്. പുലിമുട്ടടക്കമുള്ള തീരസംരക്ഷണ സംവിധാനങ്ങൾ വിപുലമായും അടിയന്തരമായും ഏർപ്പെടുത്താനും നടപടി സ്വീകരിക്കണമെന്നും സമദാനി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് വെട്ടം. ബിപിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെക്കൻഡറി വിഭാഗം കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരങ്ങൾ വെട്ടിത്തുടങ്ങി. വലിയ മരം, മഹാഗണി എന്നിവയടക്കം സ്കൂൾ കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളാണ് വെട്ടിമാറ്റുന്നത്. തിരൂർ ബിപിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവാദങ്ങൾക്ക് വഴിവെച്ച പുഴുശല്യങ്ങൾക്ക് നിദാനമായ മരങ്ങൾ വെട്ടിമാറ്റി തുടങ്ങി. ചീനിമരവും മഹാഗണിയും വെട്ടിമാറ്റും. ഈ മരങ്ങളിൽ നിന്നുള്ള ഇലകൾ ഓടിനു മുകളിൽ വീണ് ചീഞ്ഞാണ് പുഴുക്കളുണ്ടാവുന്നത്. ഇങ്ങനെയുണ്ടായ പുഴുവാണ് വിദ്യാർത്ഥിനിയുടെ ചോറിലേക്ക് വീണത്. മരം വെട്ടാൻ ജില്ലാ ട്രോമ കെയർ സംഘമാണ് നേതൃത്വം നൽകുന്നത്. പൂർണ്ണമായി മുറിച്ചുമാറ്റാൻ ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. വെട്ടം ന്യൂസ്, തലക്കാട്. ബിപിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടം 3 മാസത്തിനകം. അതുവരെ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഷിഫ്റ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കും. MLAയും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറും PTA-യും അധ്യാപക പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ബിപിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 8:25 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെ ഒരു ഷിഫ്റ്റും 1 മണിക്ക് തുടങ്ങി വൈകിട്ട് 5:25 വരെ മറ്റൊരു ഷിഫ്റ്റുമായാണ് ക്ലാസുകൾ ഇനി മുതൽ പ്രവർത്തിക്കുക. 3 മാസത്തിനുള്ളിൽ പുതിയ കെട്ടിടം തയ്യാറാക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിനായി പഴയ കെട്ടിടം പൊളിച്ചുമാറ്റും. കിഫ്ബിയിൽ നിന്നുള്ള 3.9 കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപയും സ്വകാര്യ വ്യക്തി നൽകിയ 50 ലക്ഷം രൂപയും ഇതിനായി ഉപയോഗിക്കും. കെട്ടിടത്തിന്റെ നിർമ്മാണമടക്കം എല്ലാ സംവിധാനങ്ങളും പെട്ടെന്ന് ഒരുക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉറപ്പു നൽകിയതായി MLA കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. വെട്ടം ന്യൂസ്, തലക്കാട്. സ്വീഡനിൽ ഓഗസ്റ്റ് 13 മുതൽ 25 വരെ നടക്കുന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലേക്ക് അജയൻ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ബാർബർ തൊഴിലാളിയായ അജയന് മത്സരത്തിന് പോവാൻ പണമില്ല. കരുണയുള്ളവർ സഹായിച്ചാൽ അജയന് സ്വീഡനിലെത്തി മത്സരത്തിൽ മാറ്റുരയ്ക്കാം. ട്രാക്കിൽ തിളങ്ങാമെന്ന ആത്മവിശ്വാസവും അജയനുണ്ട്. ായ ബാർബർ തൊഴിലാളിയായ അജയന് ട്രാക്കിൽ തിളങ്ങാമെന്ന ആത്മവിശ്വാസമുണ്ട്. ലഹരിക്കെതിരെ പോരാടുന്ന അജയൻ 2022 ഡിസംബർ 31 തന്റെ 60ാം പിറന്നാളിന് ലഹരി ബോധവൽക്കരണത്തിനായി 60 കിലോമീറ്റർ ഓടി ജനശ്രദ്ധയാകർഷിച്ചിരുന്നു. ലഹരിക്കെതിരെ ചങ്കുവെട്ടി മുതൽ കോട്ടയ്ക്കൽ വരെ നടന്ന മാരത്തോണിലും അജയൻ പങ്കെടുത്തിരുന്നു. നിനച്ചിരിക്കാതെയാണ് സ്വീഡനിൽ ഓഗസ്റ്റ് 13 മുതൽ 25 വരെ നടക്കുന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലേക്ക് അജയൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആഗസ്റ്റ് 13 മുതൽ 25 വരെ സ്വീഡനിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇതിൻ്റെ ഈ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൻ്റെ ജില്ലാ ജില്ലാ മീറ്റ് നടന്നത് പെരിന്തൽമണ്ണ എത്തിയിട്ടായിരുന്നു. അതിൽ നിന്നും സംസ്ഥാന മീറ്റിലേക്കുള്ള യോഗ്യത നേടുകയും തലശ്ശേരി വെച്ച് നടന്ന സംസ്ഥാന മീറ്റിൽ നിന്നും 10,000 മീറ്റർ, 5,000 മീറ്റർ, 800 മീറ്റർ എന്നിവയും 10,000-ൽ 1ാം സ്ഥാനവും 5,000-ൽ 2ാം സ്ഥാനവും 800-ൽ 2ാം സ്ഥാനവും നേടി നാഷണൽ മീറ്റിലേക്കുള്ള യോഗ്യത നേടി. നാഷണൽ മീറ്റ് പൂനെയിൽ വെച്ചിട്ടായിരുന്നു. ആ നാഷണൽ മീറ്റിൽ നിന്നും ഇൻ്റർനാഷണൽ മീറ്റിലേക്കുള്ള യോഗ്യത 10,000 മീറ്ററിലും 5,000 മീറ്ററിലും ഇൻ്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ലഭിച്ചു. ഈ ആഗസ്റ്റ് 10-ാം തീയതി പുറപ്പെടുകയാണ്. 13 മുതൽ 25 വരെ സ്വീഡനിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്.
ഞാൻ ഈ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് ഞാൻ കാണുന്നത് ഈ ഓട്ടം തുടർന്നും ഞാൻ നടത്തിക്കൊണ്ടിരിക്കും. ഇത് ലഹരിക്കെതിരായിട്ട് കൂടിയുള്ള ഒരു ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം കൂടി ആയിട്ടാണ് ഞാൻ ഈ ഓട്ടത്തിനെ കാണുന്നത്. ഞാൻ എൻ്റെ 60-ാം വയസ്സിൽ 22 ഡിസംബർ 31-ാം തീയതി ലഹരിക്കെതിരായിട്ട് 60 കിലോമീറ്റർ നമ്മൾ 5 പഞ്ചായത്തുകൾ പിന്നിട്ടിട്ട് 60 കിലോമീറ്റർ ഓടി ലഹരിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം എന്നുള്ള എനിക്ക് തന്നെ നടത്തിയത്. അതിൻ്റെ മുദ്രാവാക്യം ലഹരി തന്നെയായിരുന്നു. നമുക്ക് ഇന്ന് നമ്മളെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ലഹരി. നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മോചനം വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഞാൻ ഈ പ്രവർത്തനം നടത്തുന്നത് ഒരാളെങ്കിലും ഇത് കണ്ടിട്ട് ലഹരിയിൽ നിന്നും പിന്നാക്കം നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ അതിനെ കാണും. ഇല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മറ്റുള്ള ഒരു നിലയ്ക്കോ ഇതിനുള്ള പോകാനുള്ള ഫണ്ടില്ല. ഫണ്ട് മുഴുവൻ സ്വന്തം വ്യക്തിപരമായിട്ട് ചെയ്യേണ്ടതാണ്. 3 ലക്ഷം രൂപയാണ് ഇതിന് ചിലവ് വരുന്നത്. ആൾറെഡി കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു സ്പോൺസറെ കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് കിട്ടിയെങ്കിൽ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. പൊരുതി നേടിയ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് അജയന്റെ ആഗ്രഹം. സ്വീഡനിലെത്തി മത്സരങ്ങളിൽ പങ്കെടുക്കാൻ 3 ലക്ഷം രൂപയോളം ചിലവ് വരും. ബാർബർ തൊഴിലാളിയായ അജയന് വേണ്ടത്ര സാമ്പത്തിക ഭദ്രതയില്ല. കരുണയുള്ളവർ സഹായിച്ചാൽ ഇദ്ദേഹത്തിന് സ്വീഡനിലെത്തി മത്സരങ്ങളിൽ പങ്കെടുക്കാം. വെട്ടം പഞ്ചായത്തിലെ വെട്ടത്തുകാവ് ക്ഷേത്രത്തിന് സമീപമാണ് അജയന്റെ താമസം. അജയന്റെ മോഹം പൂവണിയൻ, ടി മുഹമ്മദ് ഷംസാദ് ചെയർമാനായും PP കരീംകുട്ടി ചെയർമാനായും PP പ്രജീഷ് ട്രഷററായുമുള്ള കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വെട്ടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.